ഞാൻ അവിടെ പോയിട്ട് അവരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഇംഗ്ലീഷ് ആണെങ്കിൽ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയുള്ള കർണാടകക്കാരനൊക്കെ തമിഴ് പഠിപ്പിച്ചു. തമിഴ് എനിക്ക് സുഖമായിരുന്നു. പക്ഷെ അവിടുത്തെ മേഡം എനിക്ക് വേണ്ടി തമിഴ് പഠിച്ചു. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലി. വർഷത്തോളം പല മേഖലയിലും, അതിപ്പോ തുണിക്കട മുതല് പലചരക്കട വരെ നിന്നിട്ടുണ്ട്. എല്ലാ കടകളും നിന്നിട്ടുണ്ട്. അപ്പൊ പണ്ടോട്ട് കുറെ ആൾക്കാരനെ കളിയാക്കി അങ്ങനെ വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോ ആ കളിയാക്കിയവരനെ എന്റെ സ്വന്തം കമ്പനിയിൽ ജോലിക്ക് നിർത്തിയ കൊള്ളാന്നുണ്ട്. സംഗതി അത്ര പന്തിയല്ല കേട്ടോ, ഇതിലേശം പെശകായിട്ട് എനിക്ക് തോന്നണം. ബിസിനസിന്റെ ആൾക്കാർ പൊട്ടി പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബിസിനസ് അവർ തുടങ്ങും, പക്ഷെ ഇപ്പൊ ഈ കൊറോണ പോലത്തെ വല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവിടെ പൊട്ടും. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഇപ്പൊ സെറ്റിൽ ആവുന്നതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഒരു വിവാഹം ഇതൊക്കെ പ്ലാനിലുണ്ട്. പലരുടെ അടുത്ത് ഞാൻ ഈ വിവാഹത്തിനെ കുറിച്ച് യൂത്തോപ്പിൽ ചോദിക്കാറില്ല, കാരണം എന്തിനപ്പോ അതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഉത്തരങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം എന്താണ് ഡെന്നിസിന്റെ മനസ്സിലെ കൺസെപ്റ്റ്? ഇപ്പം ഡെന്നിസ് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് ഒരു ചിന്ത? എങ്ങനെയുള്ള ആളെ കണ്ടുപിടിക്കുന്നതാണ്? അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. അപ്പോ യൂത്തോപ്പിയയിൽ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഡെന്നിസ്. ഡെന്നിസ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നമുക്കൊരു സെഗ്മെന്റ് ഉണ്ട്, ഷോ മീ ദ പാസ്പോർട്ട്. അപ്പോ ഷോ മീ ദ പാസ്പോർട്ട്. ഓക്കെ, എന്റെ പേര് ഡെന്നിസ്. എന്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ അടാട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഇപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞു സ്വന്തമായിട്ട് നമ്മളൊരു. എത്ര വയസ്സുണ്ട് ഡെന്നിസിന്? എനിക്കിപ്പോ 21 വയസ്സ്. ശരി, ഡെന്നിസ് ഈ 21 വയസ്സിന്റെ ഇടയില് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ചെയ്ത ഗ്രാവിറ്റി ബൈക്ക് എന്ന് പറഞ്ഞ ഐറ്റം ചെയ്തായിരുന്നു, ട്രൈ സൈക്കിൾ ചെയ്തായിരുന്നു, ഡ്രോൺ ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഈ മുങ്ങി മരിക്കുന്ന ഒരു ബോഡി കണ്ടുപിടിക്കാനുള്ള അണ്ടർവാട്ടർ ഡ്രോൺ ചെയ്തായിരുന്നു, അതേപോലെ തന്നെ റോബോട്ടിക്, അങ്ങനെ കുറെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡെന്നിസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, സയന്റിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ചെറിയ രീതിയിൽ. അതെ, ഒരു യുവ സയന്റിസ്റ്റ് ആണ്. ഇപ്പൊ ഒരു ഓൺട്രപ്രനർ കൂടിയാണ്. ഒരു ഷോപ്പൊക്കെ ഉണ്ട് അല്ലേ? പുതിയ ഷോപ്പ്. ചെറിയ പ്രായത്തിൽ തന്നെ ഷോപ്പൊക്കെ തുടങ്ങാനുള്ള കാരണം ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ ഏജും പോയിക്കൊണ്ടിരിക്കല്ലോ. ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് കിടക്കാലോ. ഇതാണ് യൂത്ത്. എന്തായാലും ഡെന്നിസിനെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം യൂത്തോപ്പിയയിലൂടെ. വെൽക്കം ടു യൂത്തോപ്പിയ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഷോ മീ ദ പാസ്പോർട്ടിലെ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ എന്താണ് ഡെന്നിസ് എന്ന്. ഇനി ഇതില് അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മൈ ലൈഫ് മൈ റൂൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഡെന്നിസിന്റെ ഒരു എന്താ പറയാ യാത്ര. ഇപ്പൊ ഡെന്നിസ് അധികമാരും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഒരു പാത്ത് കൂടെ അല്ല പോകുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ റെഡിയാണ് ഇത് കേൾക്കാൻ. എന്താണ് ഡെന്നിസിന്റെ ലൈഫിലെ റൂൾസ്? എന്തൊക്കെയാണ് ഗോൾസ്? എന്തൊക്കെയാണ് എവിടെ എത്തണം എന്നാണ്? അതൊക്കെ ഒന്ന് കേക്കട്ടെ. എനിക്കിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളിൽ എന്റെ പാഷനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നടന്നു, പക്ഷെ നമുക്ക് അതിൽ നിന്ന് വരുമാനവും കാര്യങ്ങളും വരുന്നില്ല. അപ്പൊ നമ്മളത് എന്തായാലും തിരിച്ചറിയണം. ഒരു പ്രായം കഴിഞ്ഞിട്ടും നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പാഷൻ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളത്തേക്ക് പാഷൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ ഞാനിപ്പോ നമ്മുടെ ടൗണിൽ തന്നെ ഒരു ഷോപ്പ് ഇട്ടു. ഇനി അത് നല്ല രീതിയിൽ എനിക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഗോളിൽ എനിക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എന്റെ പാഷൻ വീണ്ടും തുടങ്ങും. ഞാൻ അതേപോലെ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകാനാണ് പ്ലാൻ. അപ്പൊ എന്തായാലും കുറച്ച് ഒരു ടൈം പീരീഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ഇപ്പൊ ഞാൻ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും പെട്ടെന്ന് കാണാൻ വഴിയില്ല. നമ്മൾ 3D ഡിസൈൻ ചെയ്തിട്ട് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്, മെറ്റല് ഫർണിച്ചേഴ്സൊക്കെ. അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒറ്റക്കാലുള്ള കട്ടില്, അതുപോലെ എല്ലാത്തിലും നമ്മളൊരു വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിന്റെ വീഡിയോ കണ്ടിരുന്നു, ഒറ്റക്കാലുള്ള കട്ടില്. ഇത് എങ്ങനെയാണ് ഇതൊക്കെ തലയിൽ വരുന്നേ? നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കുറെ ഇങ്ങനെ ആലോചിക്കും. പിന്നെ പുറം രാജ്യത്തുള്ളതാണ് ഞാൻ കൂടുതൽ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മാറ്റം വരുത്തിയാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാറ്. ഇനിയിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തം ബ്രാൻഡിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊണ്ടു നടക്കാൻ എളുപ്പത്തിലുള്ളത്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്റെ ബ്രാൻഡിൽ എനിക്ക് ഇറക്കണമെന്നുണ്ട്. ശരി, അപ്പം എന്തൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഈ പത്തിൽ കൂടെ കടന്നു പോകുമ്പോ തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകൾ നേരിടാം.
അപ്പൊ അതുകൊണ്ട് തന്നെ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് അങ്ങനെ വെച്ചിട്ടുള്ള റൂൾസ്? എങ്ങനെ പോയാലേ ശരിയാവുള്ളൂ എന്നാ തോന്നിയത്? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ള ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു മീഡിയം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടികളെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കും. ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കി നമ്മൾ പഠിപ്പിച്ചിട്ട് പിന്നെ അവർ നമ്മൾ ആരെങ്കിലും കീഴിൽ ജോലിക്ക് കിട്ടും. ജോലിക്ക് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം ചെലവാക്കിയിട്ടായിരിക്കും ഒരു കുട്ടീനെ നഴ്സിങ്ങിനൊക്കെ വിടുന്നത്. അവർ വിട്ടിട്ട് ഏകദേശം ഒരു 4 കൊല്ലം ഒക്കെ ടൈം പീരീഡ് എടുത്തിട്ടായിരിക്കും ഈ 10 ലക്ഷം അവർക്ക് പണി എടുത്തിട്ട് കിട്ടുക. 10,000 രൂപ 16,000 രൂപ ഒക്കെ സാലറിയിൽ അവർ നിന്ന് ഒരു 4 കൊല്ലം കൊണ്ടൊക്കെ അവരിറക്കിയ പൈസ അവർക്ക് കിട്ടും. അപ്പോഴും പിന്നെ അവർ കല്യാണപ്രായവും പിന്നെ കല്യാണം കഴിക്കാൻ പോകും, പിന്നെ അതിൻ്റെ ചിലവുകളാവും. അങ്ങനെ പോയി അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി ജീവിച്ച് പോകാന്നുള്ളൊരു ലെവലും. എനിക്ക് അങ്ങനെ ജീവിച്ച് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ മെയിനായിട്ട് ആദ്യം തന്നെ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി മൊത്തം എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരാളുടെ ബിസിനസ്സിൽ ഞാൻ അവരെ കീഴിൽ നിൽക്കുമ്പോൾ എൻ്റെ ഐഡിയകൾ അവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ലീവ് കിട്ടാൻ വരെ നമ്മൾ മാസങ്ങളോളം അവരോട് കെഞ്ചേണ്ടി വരും. ഇതാകുമ്പോൾ എനിക്കൊന്നും പേടിക്കണ്ട. എനിക്ക് ഇന്നിപ്പോൾ ഷോപ്പിൽ പോകണ്ടേ, എനിക്ക് അടച്ചിടാം. നാളെ എനിക്ക് പോവാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി ഒരു ജോലിക്ക് കയറുമ്പോൾ എനിക്കൊരു 20K ഉള്ളിലൊക്കെ ആയിരിക്കും എനിക്ക് സാലറി വരിക. ഞാനിത് എങ്ങനെ നോക്കിയാലും അതെനിക്കൊരു ഒരാഴ്ച ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20K എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതാണ് ലാഭം. എന്തൊരു കാൽക്കുലേഷനിലാണ് പോകുന്നത്. അത് ഒരു 21 വയസ്സുള്ള ഒരാള് ചെയ്യുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും നേരത്തെ ഇത്രയും കാൽക്കുലേറ്റീവ് ആയിട്ട് പോകുന്ന അധികം ആൾക്കാരെ കണ്ടിട്ടില്ല ഡെന്നിസ്. അപ്പൊ എപ്പോ തൊട്ട് ഇത് ഇങ്ങനെ ഇത്ര കൃത്യം പ്ലാനിൽ പോകണം എന്നൊക്കെ തോന്നിയത്? ഞാനെന്താ വെച്ചാൽ എനിക്ക് 18ാമത്തെ വയസ്സായപ്പോ തന്നെ ഞാൻ ആദ്യം ചെയ്തത് പല മേഖലയിലുള്ള പല സ്ഥാപനങ്ങളും ജോലിക്ക് കയറി. എല്ലായിടത്തും ഒരു 6 മാസമൊക്കെ വെച്ച് ഞാൻ നിന്ന് പല ബിസിനസ്സുകളും ഞാൻ പഠിച്ചു. അതെങ്ങനെയാണ് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്താലാണ് ഇവിടെ ശരിയാവുക ഞാൻ പഠിച്ചു. ഏകദേശം ഒരു 3-4 വർഷത്തോളം പല മേഖലയിൽ, അതിപ്പോ തുണിക്കട മുതൽ പലചരക്കട വരെ നിന്നിട്ടുണ്ട്, എല്ലാ കടകളും നിന്നിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ നിന്ന് ഞാൻ ഏകദേശം അതിന്റെ ബിസിനസിന്റെ രീതികൾ പഠിച്ചിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഞാൻ ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുമ്പോഴും വൈകുന്നേരം ഒരു 5:30 തൊട്ടിട്ട് പുലർച്ചെ 2 മണി വരെ ഞാൻ വേറെ കഫേയിൽ ജോലിക്കും പോകുന്നുണ്ട്. എന്റെ പൊന്നേ, അടിപൊളി. അപ്പൊ എനിക്ക് എന്തായാലും ഒരു 6 മാസം ഒരു ടൈം പീരീഡ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ബിസിനസ് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ബിസിനസ് പോകാൻ പാടില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ പുറമേയുള്ള നാട്ടുകാർ ഞാനിത് തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ പറഞ്ഞത് പറ്റുന്ന പണിക്ക് പോരെ, ഇതിന് മാത്രം പൈസ ഉണ്ടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം തളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ജോലി ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് അതിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്റെ ബിസിനസ് ഇപ്പൊ പൊട്ടിയാലും എനിക്ക് അടുത്ത് തുടങ്ങാൻ അധികം ടൈം വേണ്ട, എന്റെ ഒരു ഫണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ പോണേ. ഇപ്പൊ എനിക്കിപ്പോ വേറെ പുറത്ത് എനിക്കിപ്പോ വീട്ടിലേക്കൊന്നും പൈസ ഇപ്പൊ കൊടുക്കണ്ട. അപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെ വാങ്ങാറൊന്നുമില്ല. ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 21 വയസ്സല്ലായിട്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ ചെയ്ത് +2 കഴിഞ്ഞപ്പോൾ മൾട്ടിമീഡിയ എടുത്ത് പിന്നെ വേഗം പഠിപ്പ് നിർത്തി ബിസിനസ്സിലേക്ക് കിടക്കാണ് ചെയ്തത്. കാരണം നമ്മളിങ്ങനെ വർഷങ്ങളോടെ ഇങ്ങനെ പഠിച്ചിട്ട് ടൈം കളഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഒരു പ്ലാനിങ് ഒരു 25 വയസ്സ് അതിനുള്ളിൽ വെൽ സെറ്റിൽ ആവണം. എന്റെ പൊന്നെ, വെൽ സെറ്റിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതും എങ്ങനെയാണ് ഡെന്നിസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്? എന്റെ മെയിൻ ആയിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒന്ന് പുറത്തേക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുമ്പോഴോ നമ്മുടെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം കാശ് വേണം. ഒരിക്കലും നമുക്ക് ഒരു സംഭവം ഇപ്പോ നാളെ എന്റെ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അപ്പച്ചനും അമ്മേനെ ചെറുപ്പം തൊട്ട് ചെറുപ്രായം തൊട്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ചു തരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ എങ്ങനെയെങ്കിലും ഇനി പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ നമുക്കത് വാങ്ങിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം തോന്നി കഴിഞ്ഞാൽ അപ്പൊ സ്പോട്ടിൽ കൊണ്ടുപോകാൻ പറ്റണം എനിക്ക്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. അപ്പൊ അതങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളാണ് എനിക്ക് കൂടുതലുള്ളൂ. പിന്നെ എന്റെ കാര്യങ്ങൾ അറിയാലോ, ചേച്ചിക്ക് മുമ്പ് എന്റെ ഇന്റർവ്യൂ എടുത്തിട്ടില്ലേ. അപ്പൊ പണ്ടോട്ട് കുറെ ആൾക്കാരെ കളിയാക്കി അങ്ങനെ വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോ ആ കളിയാക്കിയവരെ എന്റെ സ്വന്തം കമ്പനിയിൽ ജോലിക്ക് നിർത്തിയാൽ കൊള്ളാന്നുണ്ട്. എന്റെ പൊന്നെ, ഇതൊരു വലിയ ശിക്ഷയാവും. അതെ, ഒരു മധുരപ്രതികാരം എന്നൊക്കെ പറയില്ല, അതിപ്പോ ഏകദേശം ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ജോലി ഉണ്ടോന്ന്. അപ്പൊ അന്ന് തന്നെ കുറെ പേര് നല്ല രീതിയിൽ കളിയാക്കിയായിരുന്നു, പഠിപ്പിന്റെ കേസും ഇതൊക്കെ പറഞ്ഞിട്ട്. അവര് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയവര് ഇപ്പൊ നമ്മുടെ അവിടെ ജോലിക്ക് കയറാൻ നിൽക്കുക അടുത്ത ഒക്കെ. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. കലക്കി. അപ്പം ഇത് തന്നെയാണ് മൈ ലൈഫ് മൈ റൂൾസ് ഓൺ യൂത്തോപ്പിയ. അപ്പൊ നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മൈ ടാലന്റ്. നമ്മുടെ കൂടെയുള്ള ഡെന്നിസിന്റെ ടാലന്റ് എന്താണ്? ഡെന്നിസിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. എന്നാൽ പോലും ആ ടാലന്റ് സെക്ഷനിലേക്ക് നമുക്കൊന്ന് സൂം ചെയ്യാം. പറഞ്ഞോളൂ. ഇപ്പോ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു സംഭവം ഒരു 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ പഠിക്കാൻ പറ്റും. എനിക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്തൊരു വർക്ക് ആയിക്കോട്ടെ, ഇപ്പൊ മെക്കാനിക്കൽ സെക്ഷൻ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, ഒരുവിധം എനിക്കിപ്പോ പഠിക്കുന്നതിന് മാത്രമേ പിന്നാക്കുള്ളൂ. ബാക്കി എല്ലാ മേഖലയിലും എനിക്ക് കുറച്ച് നേരം ഒന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഞാനിപ്പോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പത്തില് പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല? ടാലന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ അവരും? അത് ഫസ്റ്റ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു കെട്ട് ചൂരിൽ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ആദ്യം അമ്മ ഒരുവിധം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ ആദ്യം അറിയാത്ത ടൈമിൽ ഞാൻ പഠിക്കാണ്ടാവുമ്പോ അമ്മ കുറച്ച് തല്ലും, അപ്പച്ചൻ കുറച്ച് തല്ലും. അത് കഴിഞ്ഞിട്ട് നാട്ടുകാർ വന്നിട്ട് പറയും, അമ്മേനെ വന്നിട്ട് കളിയാക്കും, നിങ്ങൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ കരയുമ്പോൾ ഇവര് പറയും നിങ്ങളുടെ കയ്യിലേക്ക് താഴെ നിങ്ങൾ പഠിപ്പിക്കാൻ. എന്നിട്ട് കുറച്ച് നാൾ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവര് വീട്ടിലിട്ട് തല്ലും നമ്മളെ. പിന്നെ പല മഠങ്ങളിലും പോയിട്ടുണ്ട്, അവര് അവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഓരോ സിസ്റ്റേഴ്സ് കൊണ്ടുപോയിട്ട് അവര് പിന്നെ വലിയ തല്ലില്ല, ജസ്റ്റ് ഒന്നും ഉള്ളല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുവിധ നാട്ടുകാരൊക്കെ എന്നെ മാക്സിമം തല്ലി പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അവർക്ക് തല്ലി മതിയായി. ഇപ്പോ അമ്മ അങ്ങനെ സംശയം തോന്നിട്ടാണ് നമ്മളെ ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയത്. നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഫേമസ് ഡോക്ടറായിരുന്നു പോകുന്നത്. എനിക്ക് എന്റെ പേര് വരെ എഴുതാൻ പറ്റിയിരുന്നില്ല ഒരു 5ലൊക്കെ പഠിക്കുന്ന സമയത്ത്. അത് എഴുതാൻ പഠിപ്പിച്ചത് ആളാണ്. അപ്പൊ എനിക്ക് സാധാരണ കുട്ടികൾക്ക് പഠിക്കുന്നവര് പഠിക്കാനും പറ്റില്ല, എനിക്ക് അതാണ് ഡിഫറൻസ്. അപ്പൊ അങ്ങനെ പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്ന് അവർ മനസ്സിലാക്കി. ലാസ്റ്റ് അമ്മയ്ക്ക് മനസ്സിലായി പഠിപ്പല്ല ഇവന്റെ മെയിൻ, മറ്റുള്ള ടാലന്റ്. കാരണം എനിക്ക് IQ വന്നവർ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് സയന്റിസ്റ്റുകളുടെ IQ എന്നാ പറഞ്ഞത്. കാരണം സാധാരണ ഒരു കുട്ടികൾക്ക് 90 IQ ഉണ്ടാവുക. എനിക്ക് ആ സമയത്ത് 112 IQ, ഏകദേശം ഒരു 5-6 പഠിക്കുമ്പോഴത്തെ IQ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇവന് മറ്റുള്ള താല്പര്യമുള്ള ഫീൽഡുകൾ ഒന്ന് വിട്ടേന് അവൻ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇംഗ്ലീഷൊന്നും തീരെ പറ്റില്ല, ഇംഗ്ലീഷും മലയാളം പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് പിന്നെ ഞാൻ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങി, ലാപ്ടോപ്പ് യൂസ് ചെയ്ത് തുടങ്ങി, പിന്നെ പുറത്തേക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങി. അപ്പൊ അത് നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും ഒരു ബസ് കയറണമെങ്കിൽ വായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകേണ്ടതിന് പകരം വല്ല തമിഴ്നാട്ടിലൊക്കെ പോയി ഇറങ്ങും. അപ്പൊ ആ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ മാക്സിമം ട്രൈ ചെയ്തു. ആവശ്യം വരുമ്പോ അതിനെ പഠിച്ച് മാക്സിമം എടുക്കും അല്ലേ? ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷിനെ ഹാൻഡിൽ ചെയ്യും, സംസാരിക്കാനും കുഴപ്പമില്ല, എഴുതാനും കുഴപ്പമില്ല, വായിക്കാനും കുഴപ്പമില്ല, മലയാളം ഹാൻഡിൽ ചെയ്യും, തമിഴ് ഹാൻഡിൽ ചെയ്യും. പല ലാംഗ്വേജുകളും ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. തമിഴ് ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും, തമിഴ് കുഴപ്പമില്ല ഹാൻഡിൽ, ഹിന്ദി കുറച്ചൊക്കെ അറിയാം, പിന്നെ കന്നഡ കുറച്ച്, അങ്ങനെ എല്ലാ. പിന്നെ കർണാടകയിലൊക്കെ പോയിട്ട് ഞാൻ ജോലിക്കൊക്കെ നിന്നു. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ശരിക്കും. ഞാൻ അവിടെ പോയിട്ട് അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഇംഗ്ലീഷ് ആണെങ്കിൽ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയുള്ള കർണാടകക്കാരനൊക്കെ തമിഴ് പഠിപ്പിച്ചു. തമിഴ് എനിക്ക് സുഖമായിരുന്നു. പക്ഷെ അവിടുത്തെ മേഡം എനിക്ക് വേണ്ടി തമിഴ് പഠിച്ചു. അങ്ങനെ കൊണ്ട് ഒരു ഇതൊക്കെ ഇപ്പൊ ഹാൻഡിൽ ജീവിക്കാൻ പഠിച്ചു. അല്ല അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ പഠിപ്പ്. ഓക്കെ അല്ലെ? അത് അപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് കുട്ടികൾ ഇതുപോലെ ലേണിംഗ് ഡിസോർഡർ വന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞ പോലെ തല്ല് മേടിച്ചും കൊടുത്തും അവരുടെ വീട്ടുകാരും വിഷമിക്കുണ്ടാവും, അവരും വിഷമിക്കുണ്ടാവും. അപ്പൊ അവരോട് എന്താ ഡെന്നിസിന് പറയാനുള്ളത്? എനിക്ക് പറയാ ഓരോരുത്തർക്കും ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തൊരു സംഭവമാണ് ഇംഗ്ലീഷും മറ്റ് ഭാഷകൾ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നന്നാവാനല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനു വേണ്ടി കുട്ടികളെ പ്രഷർ ചെയ്ത് ഇത്ര ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് അവരുടേതായ പല കഴിവുണ്ട്, ആ പാഷനിൽ കൂടെ അവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അതാണ് അവർക്ക് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ആ ഒരു സിസ്റ്റം ഇല്ല. എല്ലാവർക്കും പഠിക്കുക, എന്തെങ്കിലും എഞ്ചിനീയർ ഡോക്ടർ, എന്ത് വെച്ചാൽ എഞ്ചിനീയർ ഡോക്ടർ നേഴ്സ്, ഇതാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതാണ് വലിയ ജോലി എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയാണ് എല്ലാവർക്കും വേണ്ടതെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൻപുറത്തുകാര്. അത് കുറച്ച് കഴിയുമ്പോൾ മാറും, അങ്ങനെയല്ല എന്ന് മനസ്സിലാവും. അപ്പൊ അത് മാറി വരുമ്പോ തന്നെ നമ്മുടെ നാട് രക്ഷപ്പെടും. സൂപ്പർ സൂപ്പർ. എന്തായാലും കുറെ പേർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ ടിപ്പാണ് ഡെന്നിസ് ഷെയർ ചെയ്തത്. എനിവേ, ഇതാണ് ഡെന്നിസിന്റെ ഒരു ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ ഡെന്നിസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനങ്ങൾ വളരെ സ്പെഷ്യൽ ആണ് അല്ലെ? എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് ഗ്രാവിറ്റി ബൈക്ക്, അത് ഇന്ത്യയിൽ ആകെ ഒരു സ്ഥലത്തുള്ളത് എന്റെ കയ്യിലാണ്. അടിപൊളി. പിന്നെ ട്രൈ സൈക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 3ാമത്തെ ആയിരുന്നു. പക്ഷെ മുമ്പ് 2 ഉണ്ടായിരുന്നു, 2 നശിച്ച് പോയി. അത് അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്റെ കയ്യിൽ മാത്രമേ അതുള്ളൂ. അതിപ്പോ നമ്മുടെ ഷോപ്പിലുണ്ട്. പിന്നെ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ഡ്രോൺ, അതിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ വന്നു തുടങ്ങി, ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ഡ്രോണുകള്, പലതരം വിമാനങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഇപ്പോഴും നിലവിൽ കണ്ടുപിടിച്ചില്ല. അതായത് സാധാരണ ഒരു മിക്സ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ട്. നമുക്കിപ്പോ ഒരു ഹോട്ടല് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാർക്കോ പെട്ടെന്ന് കുറെ സാധനങ്ങൾ അരക്കണമെങ്കിൽ എളുപ്പമല്ല ഒരു മിക്സി ഒക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 5ൽ പഠിക്കുമ്പോൾ കണ്ടുപിടിച്ചൊരു സംഭവം 4 ജാറുള്ള മിക്സി. അതായത് ഒരേ സമയം 4 ജാറും വർക്ക് ചെയ്യിപ്പിക്കാം. അതൊരു റിമോട്ട് കൺട്രോൾ. അതാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരേ സമയം 4 സാധനങ്ങൾ നമുക്ക് അരയ്ക്കാനും പറ്റും, പെട്ടെന്ന് പണികൾ തീരും. അത് ഞാൻ 5ൽ പഠിക്കുമ്പോൾ കണ്ടുപിടിച്ചല്ലോ. അത് ഇപ്പോഴും അതിന്റെ അവശേഷിപ്പ് അവിടെ എടുക്കുന്നുണ്ട്, അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. നമ്മൾ അത് വീണ്ടും ഒന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിസിനസ് സെറ്റായ എല്ലാം ഒന്നിന് തുടങ്ങും. ഞാൻ ഒന്നും വിടില്ല ഞാൻ ഒരിക്കലും. പിന്നെ ഞാൻ പെയിന്റിങ് പഠിച്ചിട്ടുണ്ട്, ഗ്ലാസ് പെയിന്റിങ്ങുകൾ ചെയ്യും ഞാൻ. പിന്നെ മെറ്റൽ എൻഗ്രേവിങ് ചെയ്യും, പിന്നെ എംബോസിങ് ചെയ്യും.
പിന്നെന്താ വയറിങ് ചെയ്യും, അങ്ങനെ കുറെ എല്ലാ വർക്കുകളും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവില്. ഞാൻ എന്താ പറയാ, എന്തായാലും നമ്മുടെ മുമ്പിലുള്ള ആളുടെ ഒരു ടാലന്റ് പിടികിട്ടിയല്ലോ. അപ്പൊ യൂത്തോപ്പിയയിൽ നമ്മുടെ കൂടെ എന്നുള്ളത് ഡെന്നിസ് ആണ്. ഇനിയുള്ളതാണ് ജനറേഷൻ ഗ്യാപ്പ്. ജനറേഷൻ ഗ്യാപ്പില് പേര് പോലെ തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? നല്ല ഗ്യാപ്പ് ഉണ്ട്. പിന്നാലെ വരുന്നവരോടായിട്ടാണോ അല്ല മുമ്പിൽ പോകുന്നവരോടായിട്ടാണോ ഗ്യാപ്പ് തോന്നിയിട്ടുള്ളത്? പിന്നാലെ വരുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ കാര്യങ്ങള്? പിന്നാലെ വരുന്നവർക്ക് മനസ്സിലാവുന്ന പലരും ഇപ്പോ ആയി വരുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10-30 വയസ്സ് വരെ അടിച്ചു പൊളിച്ച് നടക്കുക. മാക്സിമം നമ്മൾ എയിം ചെയ്യാതെ വെറുതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കും. പിന്നെ പെട്ടെന്ന് 30 വയസ്സാകുമ്പോഴും പെട്ടെന്ന് അവർ ആലോചിക്കുക, അയ്യോ കയ്യിലൊന്നുമില്ല, ആരോഗ്യമില്ല, പിന്നെ കല്യാണത്തിന്റെ തിരക്കായി. അതുവരെ അവർ പറയും കല്യാണം ഒന്നുമല്ല വലിയ കാര്യം, പിന്നെ പൈസ ഉണ്ടാക്കുന്നതൊന്നുമല്ല വലിയ കാര്യം, നമ്മൾ ഉണ്ടാക്കുന്നതും ചാവുമ്പോ കൊണ്ടുപോയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ആ ടൈം ആകുമ്പോഴും അവര് റിയാലിറ്റിയിലേക്ക് വരിക. വേണം. ഈ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയില്ലേ, അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പല രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ മാറിയത്. അല്ലെങ്കിൽ ഞാനും നോർമൽ കുട്ടികളൊക്കെ അവർ അടിച്ചു പൊളിച്ചിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ പിന്നാലെ വരുന്നവരോടുള്ള ഗ്യാപ്പ് അതാണ്, അത് പറഞ്ഞു. ഇനി മുമ്പിൽ പോകുന്നവര് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് എങ്ങനെയാ? മുമ്പിൽ പോകുന്നവരായിട്ട് എനിക്ക് പറയാനുള്ള ടൈം ഇനി വളരെ കുറവാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലെല്ലാവരും നല്ല രീതിയിൽ ഇപ്പോ പഠിപ്പാണെങ്കിൽ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കയറി പോകുന്നവരുണ്ട്. അതിൽ പലരും പഠിച്ചിട്ട് കുറെ നാൾ വീട്ടിലിരുന്ന് ഗ്യാപ്പ് ഇടുന്നവരുണ്ട്. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ ആക്കാൻ ശ്രമിക്കും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതെ അല്ലെ, മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വേഗം ഇവിടെ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടിച്ചു പൊളിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറെ ഒരു ഫ്രണ്ട്സ് കുറച്ച് വട്ടത്തേക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് കളയുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൈസ ഏൺ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ കുറച്ച് കൂട്ടിവെച്ച് എന്തെങ്കിലും ഞാൻ പറയണ എല്ലാവരും അടുത്ത് ഞാൻ പറയും ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ റൂൾസ് ആണ്, നമുക്ക് ഒരാളുടെയും പേടിക്കേണ്ട, ഒരാളുടെ കീഴിൽ ഒരിക്കലും നിൽക്കേണ്ട. നമ്മുടെ ബിസിനസ്സിന് ഇപ്പൊ റൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് ഡെന്നിസ് സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ്? എന്റെ വെച്ചാൽ മെയിൻ ആയിട്ട് എനിക്ക് പാർട്ട്ണർമാര് പാടില്ല, ഒരിക്കലും പാർട്ട്ണറിനെ വയ്ക്കില്ല. അത് എത്ര അടുത്ത ഫ്രണ്ട് ആണെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിലും പാർട്ട്ണർഷിപ്പിനെ ഒരിക്കലും ചെയ്യില്ല. കാരണം കൂട്ടുകൃഷി ഒരിക്കലും വിജയിക്കില്ല. കാരണം അത് പിന്നീട് തല്ലോട്ടായിരിക്കും. എല്ലാം പോകും. അപ്പൊ അതൊരിക്കലും നമ്മള് മിക്സ് ആക്കാൻ പാടില്ല. അവര് നമ്മുടെ കടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോ അവര് തൊഴിലാളി, നമ്മളതിന്റെ അവർക്ക് എത്രയാണോ കൊടുക്കേണ്ട മൂല്യം പാടത്ത് പണി വരുമ്പത്ത് കൂലി നമ്മൾ അത് കൊടുക്കുക. പുറത്തിറങ്ങുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ ബന്ധം പോകും. അതാണ് എൻ്റെ ഫസ്റ്റത്തെ റോൾ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് കിട്ടുന്ന പൈസ അന്നാന്ന് കിട്ടണ അന്നന്ന് ചെലവാക്കാണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അടുത്ത ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരിക്കലും ഒരു ബിസിനസ്സിനെ ഒരിക്കലും നിൽക്കില്ല. അത് ഞാൻ ഉറപ്പിച്ചുള്ള ഒരു മെയിൻ കാര്യം. കാരണം പല ബിസിനസ്സിന്റെ ആൾക്കാരും പൊട്ടിപ്പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് അവർ തുടങ്ങും, പക്ഷെ ഇപ്പൊ ഈ കൊറോണ പോലത്തെ വല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവിടെ പൊട്ടും. പക്ഷെ നമ്മള് പിന്നെ എല്ലാവരും പറയാ ഒന്നിൽ ഫോക്കസ് ചെയ്യുന്നു പറയുന്നവരാണ് കൂടുതൽ. ഞാൻ പല വർക്കുകൾ ഒരേ സമയം ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നത് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിൽ ഫോക്കസ് ആവില്ല. അതിന് കഴിവില്ലാത്തവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒന്നിൽ നിൽക്കരുത്. 1-2 ബിസിനസ് തുടങ്ങിയാലാണ് ഇവിടെ പോയാലും അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ആയി വന്ന് തുടങ്ങുമ്പോൾ തന്നെ അടുത്ത് തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇൻകം വരുമ്പോൾ നമ്മൾ എന്താ പറയുക ബാങ്കിലും അവിടെ ഇവിടെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മുടെ അടുത്ത ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ വരുമാനമാകുമ്പോൾ അവിടെ എന്തായാലും ഒരു 6 മാസം ടൈം പീരീഡ് എന്തായാലും എടുക്കും ഒരു ബിസിനസ്സിൽ നിന്ന് ഇൻകം വരണമെങ്കിൽ. പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മളൊരു 10,000 വെച്ചിട്ടൊരു ബിസിനസ്സിന് ഇറങ്ങി തുനിയരുത്. കാരണം നമ്മുടെ ഒരു ബിസിനസ് ചെയ്യാൻ 1 ലക്ഷം രൂപയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ കയ്യിൽ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ 1 ലക്ഷം, പിന്നെ ഒരു 6 മാസത്തെ ഓടിച്ചു കൊണ്ടുപോകണം. അതാണ് മെയിൻ. അതിനു വേണ്ടി ഒരു പൈസ കയ്യിൽ. കാരണം ആദ്യത്തെ ഒരു 6 മാസം ലാഭം പ്രതീക്ഷിക്കരുത്. അവിടെ നമുക്ക് പബ്ലിസിറ്റി മാത്രം, ആൾക്കാർ അറിയണം ഇങ്ങനെ ഒരു ഇത് വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് ഞാൻ ആദ്യം ചെയ്തത്. അതിനെ എന്ത് പണിയെടുത്തിട്ടും ആ പൈസ ഉണ്ടാക്കുന്ന വെച്ചാൽ പല വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ജോലി മാത്രമല്ല കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു? ഞാൻ മെയിനായിട്ട് ഞാനൊരു വീട്ടിൽ വർക്കിന് പോയിരുന്നു. ഒരു വീട്ടുജോലിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടുജോലിയല്ല, അതായത് 10 ആളുടെ പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അതായത് വയറിങ്, പ്ലംബിങ്, തേപ്പ് പണി, ടൈൽ വർക്ക്, പിന്നെ എന്താ പറയുക വീടിൻ്റെ മെയിൻ്റനൻസോ ഒക്കെ കൂടിയിട്ട് സാധാരണ ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം കൂലി വാങ്ങും മാക്സിമം പോയി 1,500 രൂപ. രാവിലെ പോയി വൈകുന്നേരം വരെ. ഞാൻ ജോലിക്ക് പോയിരുന്ന എൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ട് 8:30 ആകുമ്പോൾ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകും. 8 തൊട്ടിട്ട് പുലർച്ചെ 2 മണി വരെ പണിയെടുക്കും. എന്നിട്ട് ഒരു 3 ആളുടെ കൂലിയൊക്കെ ഞാൻ വാങ്ങും. അതായത് ഒരു 3,000-4,000 ആണ് എൻ്റെ ഒരു ദിവസത്തെ കൂലി.
അതിൽ ഞാൻ പല വർക്കുകളും ചെയ്യും. ഈ ടൈല് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഫ്ലോർ ടൈലല്ല, നമ്മുടെ കരിങ്കല്ലിന്റെ ഒരു ടൈപ്പ് ഇറങ്ങുന്നുണ്ട്, നല്ല വെയിറ്റ് കൂടിയ സംഭവം. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചുമന്ന് വീടിന്റെ ഒരു വലിയൊരു വീടുണ്ട്, അതിന്റെ വീടിന്റെ ചുറ്റോറ് ചുമക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ ഫണ്ട് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ പതുക്കെ അടുത്ത ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് വാങ്ങിച്ചു വെച്ചു, അതെന്റെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അളിയൻ. അത് നമ്മുടെ മുമ്പത്തെ ഇതിലും പറഞ്ഞിട്ടുണ്ട്, അളിയൻ എല്ലാ എൻ്റെ ടേണിംഗ് പോയിന്റിലും കറക്റ്റ് ആ സമയത്ത് അളിയൻ അവിടെ വരും, പ്രത്യക്ഷപ്പെടും, ഒരു മാലാക എന്നുള്ള രീതിയിൽ. കാരണം അളിയൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അളിയൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അളിയൻ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യും. കാരണം വെച്ചാൽ അളിയന്റെ സ്വന്തം കടയാണ് ഇപ്പൊ തൃശ്ശൂരുള്ളത്. തൃശ്ശൂർ ടൗണിൽ അങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 50,000 ഒരു മാസം ചിലവുണ്ട്. ആ സ്ഥലത്ത് അളിയനോട് പറഞ്ഞു, ഒരു 6 മാസത്തേക്ക് വാടക തരണ്ട, ഇന്ന് എന്റെ ബിസിനസ് നീ കൊണ്ടുപോവാ, ഞാനും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആള് നമുക്ക് സ്ഥലം തന്നു. അതെ, കാരണം അളിയനെ അറിയാം, ഒരിക്കലും നശിപ്പിക്കില്ല ഞാൻ എന്തായാലും. കാരണം അത് അളിയൻ നല്ല രീതിയിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. കാരണം എനിക്ക് ഒരിക്കലും അളിയനല്ല, അതായത് എന്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ആളോട് തുറന്നു പറയാം. അതിപ്പോ എല്ലാം പറയാം. ആള് നമ്മുടെ ഒപ്പം കമ്പനി അടിച്ച്, അപ്പൊ ആളുടെ ഏജ് കുറച്ച് എന്നേക്കാ കൂടിയതാണെങ്കിലും ആളെ എന്റെ ഏജിനൊപ്പം ആള് നിൽക്കും. അതേമാതിരി നമ്മുടെ കളിച്ച എല്ലാ അളിയാ നമുക്ക് ഇന്ന് ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാം, ആ ഒരു വൈബാണ് അളിയ. അളിയനാണ് ഈ വൈൽഡ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ഞങ്ങളിപ്പോ ഈ കാട്ടിക്കും കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ പല സ്പോട്ടുകളിലും പോകാൻ പാടില്ല ഏരിയകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പോവാ എന്നാ പോവാ. അങ്ങനെ പോയിട്ട് നമ്മൾ പല മൃഗങ്ങളുടെ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ പോകും. അപ്പൊ അങ്ങനത്തെ ഒരു വൈബാണ് അളിയൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. കാരണം എല്ലാ കാര്യങ്ങളും അളിയന്റെ ഫാമിലി ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. കാരണം അളിയന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് ഷോപ്പ്. കാരണം അളിയന്റെ ഷോപ്പായിരുന്നു, അളിയൻ ഷോപ്പ് നിർത്തി. അപ്പൊ അതങ്ങനെ നശിച്ചു പോയ പോലെ കിടന്ന് പോകേണ്ടതായിരുന്നു മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞു നീയാണ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമാണ്, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോന്നു പറഞ്ഞു. അങ്ങനെ അവരുടെ ഫാമിലിയിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായി, അളിയിൽ നിന്നും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ തുടങ്ങിയത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് അത്രയും വലിയൊരു ഷോപ്പ് നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ദൈവം സഹായിച്ച് എനിക്ക് തുടങ്ങാൻ പറ്റി. എവിടെ നിന്നൊക്കെ കുറെ ഹെൽപ്പുകൾ കാരണം എനിക്ക് കുറെ ബന്ധങ്ങളുണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് തലേ ദിവസം തൊട്ടിട്ട് അന്ന് ഉദ്ഘാടനത്തിന് 1 മണിക്കൂർ മുമ്പ് വരെ ആ ഷോപ്പിലായിരുന്നു. അവിടെ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പെയിന്റിങ്ങും ഫുള്ള് പരിപാടികളൊക്കെ തീർത്ത് നിന്നിട്ട് 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നത്. ഉദ്ഘാടനത്തിന് സമയത്ത് നോക്കുമ്പോൾ എൻ്റെ കൈമിലൊക്കെ ആകെ പെയിന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫോട്ടോയിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ കട ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കി സമാധാനം. അതുവരെയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പിന്നെ അളിയനൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അളിയൻ ഡെയിലി നമ്മുടെ കടയിൽ വരും, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. അതും നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അതുകൊണ്ട് ഞാൻ പോണു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബിസിനസ്സിലെ റൂൾസ്. അതെ, വലിയ ജനറേഷന്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ ആ ജനറേഷനിലുള്ളവര് ഡെന്നിസിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? ഇപ്പോ എന്റെ അടുത്ത് ചോദിക്കുന്നത്, ആദ്യം തന്നെ എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നീ കളഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു പണിക്ക് വരണേ? പിന്നെ വെച്ചാൽ എല്ലാവർക്കും ഒരു കുറച്ചിലാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ. ഇപ്പൊ നമ്മള് പണ്ട് എന്ന് പറഞ്ഞ ഒരു കൈത്തൊഴിലുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊല്ലന്മാര് അങ്ങനെ കൊണ്ട് ഓരോ പേരിട്ട് നമ്മൾ വിളിച്ചിരുന്ന ആൾക്കാരുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് താഴെ തട്ടി കിടക്കുന്ന ആൾക്കാരെ കാണുന്നമാരായിരുന്നു അവരെ കണ്ടിരുന്നത്. പല കരുവന്മാര് അങ്ങനെ പല ഫീൽഡുകളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു സംഭവമാണ്. അതിപ്പോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല, എല്ലാവർക്കും കുറച്ചില്ല. അതായത് ഞാനിപ്പോ ആ ഒരു തൊഴിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് പ്ലാൻ ചെയ്യണത് എന്റെ മകനെ നന്നായിട്ട് പഠിപ്പിക്കണം, അതിലേക്ക് കൊണ്ടുവരും, നന്നായിട്ട് പഠിപ്പിക്കണം, പഠിപ്പിച്ചിട്ട് ഒരു വലിയൊരു കമ്പനിയിൽ ജോലിക്ക് നിർത്തണം. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ എന്റെ മകനെ വിടാൻ പോകുന്നത് അടിമപ്പണിക്കാന്നുള്ളത് നമ്മളും ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ പുറത്തേക്ക് കയറ്റി വിടും. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീട് പണിയാണ്. ആ വീട് കറക്റ്റ് ആ പയ്യനൊരു 20-21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ വീട് ലോൺ എടുക്കും ആ വീടിന്റെ പേരിൽ. എന്നിട്ട് ഈ പയ്യന് 10-25 ലക്ഷം രൂപ ചെലവാക്കി കാനഡയിലേക്ക് അവിടേക്കൊക്കെ നമ്മൾ വിടും. എന്നിട്ട് അവൻ അവിടെ ചെന്നിട്ട് കഷ്ടപ്പെട്ട് പിസയുടെ സ്ഥലത്തേക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കാൻ പഠിക്കാൻ പോകുന്ന ഒരു സമയത്ത് പിന്നെ പഠിപ്പ് നടക്കാണ്ട് വരുന്നു. ഇവിടെ നല്ല രീതിയിൽ പോകണ്ടായിരുന്ന പിള്ളേരായിരിക്കും, അവിടെ അവർക്ക് ആ ടെൻഷൻ താങ്ങാൻ പറ്റാണ്ടുള്ള ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യണം. പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറും. ഒരു 3 ലക്ഷം രൂപ അവിടെ കിട്ടുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അങ്ങോട്ട് വിടണേ. പക്ഷെ ശരിക്കുള്ള യാഥാർത്ഥ്യം 2 ലക്ഷം രൂപ അവിടെ ചെലവാണ്. എന്നിട്ട് 1 ലക്ഷമാണ് നാട്ടിലേക്ക് അയക്കണേ. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു 30,000 ഉണ്ടെങ്കിൽ വരെ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് നിന്ന് പോകാൻ പറ്റും. പക്ഷെ അത് ചിന്തിക്കുന്നില്ല. എന്നിട്ട് ആ പയ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കുറെ കാലം എടുത്തിട്ടാവും ഈ വീട് വീണ്ടും തിരിച്ചു പിടിക്കാം. വീട് തിരിച്ചു പിടിക്കാറാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണമായി, പിന്നെ കുട്ടികളായി,
പോയി. പിന്നെ അടുത്ത കുട്ടീനെ നമ്മളൊരു ഫാക്ടറിയിൽ നമ്മൾ ഓരോന്നും ഉണ്ടാക്കില്ലേ, അതുമാതിരി ഇങ്ങനെ നിർമ്മിച്ചു വിട്ടോണ്ടിരിക്കുക. എന്തോ ഒരു റോബോട്ടിനെ നമ്മൾ നിർമ്മിക്കുക അടുത്ത വർക്കിനെ. ചിന്തിക്കാനുള്ളൊരു ഇതില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ ബോധമില്ല, എവിടെ യൂസ് ചെയ്യണ്ടെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. ചില സത്യങ്ങൾ ഇവിടെ യൂത്തോപ്യയിൽ നമ്മുടെ ഡെന്നിസ് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജനറേഷൻ ഗ്യാപ്പ് ഇവിടെ പൂർത്തിയായി. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് മൈ പ്ലേ ലിസ്റ്റ്. ഇങ്ങനെ പോകുമ്പോ നമുക്ക് തോന്നും ശ്വാസം വലിക്കാൻ പോലും നേരില്ലാത്ത പോലെയാണ് ഡെന്നിസ് പോകുന്നത്. മ്യൂസിക്കിനൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ? മ്യൂസിക് എന്ന് വെച്ചാൽ ഞാൻ 24 hours മ്യൂസിക് വെക്കുന്ന ഒരാളാണ്. ഞാൻ ബൈക്ക് ഓടിക്കുമ്പോ ഒരു സൈഡില് എയർപോർട്ട് വെച്ചിട്ട് പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. വൺ സൈഡിലാട്ടാ വെക്കുള്ളൂ, കാരണം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വണ്ടികൾ വരുന്നത് കേൾക്കണ്ടേ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഫുൾ ടൈം ഞാൻ പാട്ട് കേൾക്കുന്ന ആള്. ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല ഇൻസ്പിറേഷൻ തോന്നുന്ന രീതിയിൽ ഞാൻ എന്താ പറയുക പാട്ടുകൾ ഇടും. ഞാൻ മെയിനായിട്ട് അങ്ങനത്തെയാണ്, കുറച്ച് മോട്ടിവേഷൻ കിട്ടുന്ന ടൈപ്പ് സോങ്സ് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ഫലിക്കാന്ന് പറയില്ല, അത് പിന്നെ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാറ്. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്നും എനിക്കിങ്ങനെ പ്ലാൻ ചെയ്യും. പിന്നെ പല പാട്ടുകളും വെച്ചിട്ടാണ് കൂടുതൽ ഞാൻ പോണേ. സിറ്റുവേഷൻ അനുസരിച്ചുള്ള സോങ്ങുകളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണം. ഒരു 3 പാട്ടുകൾ ഇപ്പൊ ഞാൻ നമ്മുടെ ട്രിപ്പിൾ ദ ഫൺ സെഗ്മെന്റിൽ പ്ലേ ചെയ്തു തരാം. ഏതൊക്കെ പാട്ട് പറയും? എനിക്ക് ഒന്നാമത്തെ എങ്ങനെ മലയാളം മാത്രമേ കേൾക്കുള്ളൂ, അങ്ങനെ ഉണ്ടാവും? അല്ലല്ല, ഞാൻ ഒരു എല്ലാ ഭാഷകളും കേൾക്കും. അല്ല, എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുമല്ലോ, പിന്നെ കേൾക്കുന്നുണ്ട്. എന്താ ഓക്കെ. എനിക്ക് ഉന്നാൽമുടിയും തോഴാന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, നമ്മുടെ വിജയുടെ തോന്നുന്നു. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിന്നെ എനിക്ക് അങ്ങനത്തെ മോട്ടിവേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ്. അതെ സോങ്, അതെ ആ ഒരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒട്ടുമിക്ക സമയങ്ങളിലും അതാണ് ഞാൻ കേൾക്കുക. പിന്നെ ഇപ്പൊ പുതിയതിറങ്ങുന്ന സിനിമകളിലെല്ലാം മ്യൂസിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ വരുന്ന ടൈപ്പ് പാട്ടുകളെല്ലാം ഞാൻ കേൾക്കും. പിന്നെ നമുക്ക് എന്താ പറയാ ലവ് സോങ്സ്, നമ്മുടെ പ്രേമം സിനിമയിലത്തെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മലരി എന്ന് പറഞ്ഞ സംഭവമൊക്കെ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലിന്റെ സിനിമയിലത്തെ ദേവദൂതൻ, അതിലത്തെ ഒരു സോങ് ഉണ്ട് അവിടെ വന്നിട്ട്. ആ പാട്ട് അതെ, അതും രസമാണ്. ഈ 3 പാട്ടുകളൊക്കെയാണ് എന്റെ മെയിൻ. ശരി, ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സെറ്റിൽ ആവുന്നതിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ തീർച്ചയായിട്ടും ഒരു വിവാഹം ഇതൊക്കെ പ്ലാനിലുണ്ട്. പലരുടെ അടുത്ത് ഞാൻ ഈ വിവാഹത്തിനെ കുറിച്ച് യൂട്യൂബിൽ ചോദിക്കാറില്ല, കാരണം എന്തിനപ്പോ അതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഉത്തരങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ എന്താണ് ഡെന്നിസിന്റെ മനസ്സിലെ കൺസെപ്റ്റ്? ഇപ്പം ഡെന്നിസ് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് ഒരു ചിന്ത? എങ്ങനെയുള്ള ആളെ കണ്ടുപിടിക്കുന്നതാണ്? എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കുന്ന ആള്. മേക്കപ്പ് ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഞാൻ നോക്കില്ല. എന്ത് പറ്റി? എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ വാരിത്ത് എംബി നടക്കുന്ന കുട്ടികളൊന്നും കണ്ണെടുത്താണല്ലോ. പിന്നെ മോഡേൺ ആയിട്ടുള്ള കുട്ടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ എനിക്ക് നോർമലായിട്ട് നമ്മുടെ വീട്ടില് നമുക്ക് കൊണ്ടടക്കാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ഒരു കൊച്ചിനാണ് എനിക്ക് ഇഷ്ടം. നാടൻ. ഞാൻ എന്റെ ഒരു മെന്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പിള്ളേർ പറയുന്നവര് തന്തവൈബ് എന്ന് പറയില്ലേ, ഞാൻ ആ ടൈപ്പാ ആ കാര്യത്തിൽ. അല്ല, ഇപ്പൊ പറഞ്ഞതൊക്കെ ഔട്ടറായിട്ടുള്ള കാര്യങ്ങളാണ്. കൊണ്ടു നടക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളും ഇതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ മെന്റലി അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ബ്രെയിൻ വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കുറിച്ച്? എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല മുടിയുള്ള ഒരു കൊച്ച്, അതുമാതിരി നല്ല പെരുമാറ്റമായിരിക്കണം. നമുക്ക് വൈകുന്നേരം ഇത്രയും ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് എന്താ പറയാ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര കലിപ്പിട്ട് നിൽക്കുക, എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യത്തിന് തല്ലുണ്ടാക്കുക. അങ്ങനത്തെ കുട്ടികളൊന്നും നല്ല ഹാപ്പി ആയിട്ട് വന്ന് നമ്മളെ മനസ്സിലാക്കണം നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവണം നമ്മൾ അടുത്ത് ചെയ്യാൻ നമ്മുടെ നീക്കം എന്താണ്. പിന്നെ മെയിനായിട്ട് ബൈക്ക് ഓടിക്കാൻ അറിയണം. കാരണം ഞാൻ എന്തായാലും ഇപ്പൊ ഒരു കൊല്ലത്തിൽ എങ്ങനെ പോയാലും എന്റെ ഒരു പ്ലാൻ ഒരു 2 രാജ്യങ്ങളും കാണാൻ പോകണം. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണെങ്കിലും എനിക്ക് കൂടുതൽ ബൈക്കിൽ ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ എനിക്കിഷ്ടം. കാറൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ആ കാറ്റൊക്കെ കൊണ്ട് ഫീൽ ചെയ്യണം. അപ്പൊ അത് നമ്മുടെ പാർട്ട്ണർ ആ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ലെവലാണല്ലോ. പിന്നെ എന്ന് പറയുന്നത് നല്ല ധൈര്യം വേണം. എന്താടാന്ന് ചെയ്തടാന്ന് ചോദിക്കാൻ പറ്റുന്ന ടൈപ്പ് ധൈര്യം വേണം. പിന്നെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യണം. നല്ല രീതിയിൽ ഇപ്പോ 1-2 ബിസിനസ്സുകളൊക്കെ ആകുമ്പോൾ ആളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ദൈവമേ, ഭയങ്കര കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് യൂത്തോപ്യയിൽ പരിചയപ്പെട്ടത് നമ്മുടെ ഡെന്നിസിനെയാണ്. എനിവേ വളരെ സന്തോഷം ഡെന്നിസിനെ പരിചയപ്പെടുത്താനും സാധിച്ചാല്. നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പരിചയപ്പെട്ടു. കുറെ സെഗ്മെന്റ്സ് വരുമ്പം നിങ്ങളുടെ പല തോട്ട് ലെവലുകളാണ് ഇവിടെ റിവീൽ ചെയ്യപ്പെടുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ടൺ കണക്കിന് ഫൺ.